നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിൽ കേരളത്തിന് കുമ്പിളിൽ കഞ്ഞി തന്നെ. രാജ്യത്ത് 7 അതിവേഗ റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കേരളമില്ല. മലയാളികൾക്ക് അയൽ സംസ്ഥാനങ്ങളിൽ പോയാൽ അതിവേഗ ട്രെയിനിൽ കയറാമല്ലോ എന്നാണ് റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ന്യായം. പുതുതായി പ്രഖ്യാപിച്ച ജലപാതകളിലും കേരളമില്ല. എയിംസിന് വേണ്ടി സ്ഥലമേറ്റെടുത്തിട്ട് ഏറെ നാളായി കാത്തിരിക്കുകയാണ് കേരളം. എയിംസ് വരും കെട്ടോടാ മറ്റേ മോനെ എന്ന് കേരളീയരെ നോക്കി കേന്ദ്രമന്ത്രി ആക്രോശിച്ചിട്ട് അധിക നാളായിട്ടില്ല. പക്ഷേ എയിംസ് ഇല്ല. ധാതു ഖനന കോറിഡോറിൽ കേരളം ഇടം പിടിച്ചിട്ടുണ്ട്. അത് പക്ഷേ അപൂർവ ഖനിജങ്ങൾ കടത്തിക്കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ എന്നാണ് മുഖ്യമന്ത്രി തന്നെ സംശയിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള വൻകിട പദ്ധതികൾക്കും കാര്യമായ പ്രഖ്യാപനങ്ങളില്ല. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് സർ. ഫെഡറൽ സംവിധാനത്തിൽ പുലർത്തേണ്ട പരിഗണനയും മര്യാദയും ഈ സംസ്ഥാനത്തെ ജനങ്ങളും അർഹിക്കുന്നുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP നേതാവ്, ശ്രീ ആദികേശവൻ ബാങ്കിംഗ് വിദഗ്ധൻ എന്നിവർ. ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ. സാധാരണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ആനമുട്ട എന്നായിരുന്നു പറയാറ്. ഇത്തവണ അത് കേരളത്തിന് ആമമുട്ട എന്ന് പറയാനുള്ള സാഹചര്യമല്ലാതെ മറ്റെന്തുണ്ട്? ആനയെക്കുറിച്ചും ആമയെക്കുറിച്ചും ഒക്കെ മാത്രം ചിന്തിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലാതെ നടക്കുന്നവർക്കൊക്കെ അങ്ങനെ തോന്നാം. പക്ഷേ ഈ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും സാമ്പത്തിക വിദഗ്ധരും എക്കണോമിസ്റ്റുകളും അതുപോലെ തന്നെ ചേംബർ ഓഫ് കോമേഴ്സുകളും വ്യാപാരികളും അങ്ങനെ വേണ്ട സർവ്വമേഖലയിൽ താങ്കളെപ്പോലെ അല്ലെങ്കിൽ മറ്റു ചില രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം ഉൾക്കൊള്ളുന്നവരെ എതിർക്കുന്നുണ്ട്. അല്ല, കേരളത്തിന് എന്ത് കിട്ടി സാർ? കേരളത്തിന് എന്ത് തന്നു? ചേംബർ ഓഫ് കൊമേഴ്സും ഫിക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, കേരളത്തിന് എന്ത് തന്നു? ശരി ആയിക്കോട്ടെ. അല്ല, ഈ ചേംബർ ഓഫ് കോമേഴ്സ് അടക്കമുള്ള ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ, കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധർ, വ്യാപാരികൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ഈ കേരളത്തിൽ ഈ ഇന്ന് നിലവിലുള്ള നിങ്ങളുടെ ചർച്ചയിലടക്കം ഇന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയമില്ലാത്ത സത്യസന്ധമായി ഈ വിഷയത്തെ കാണുന്ന ഏതെങ്കിലും ഒരു എക്കണോമിസ്റ്റ് ഈ ബജറ്റിനെ എതിർത്തിട്ടുണ്ടോ? താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? BJP അല്ലാത്ത എത്രയോ ആളുകൾ, ഞാൻ എത്രയോ ആളുകളുടെ പേര് പറയണം. ഏറ്റവും കൂടുതൽ BJP എതിർക്കുന്ന എക്കണോമിസ്റ്റാണ് മേരി വർഗീസ്. അവരോട് ചോദിച്ചു നോക്ക്, എത്ര ആളുകൾ. അപ്പോൾ ഇനി എന്ത് കിട്ടിയെന്ന് എൻ്റെ മിസ്റ്റർ ബ്രിട്ടാസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പറയാൻ. എന്നാലും ഞാൻ പറയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ പഠനത്തിൽ കേരളത്തിന് ഇത്ര അധികം ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ള, പദ്ധതികൾ പ്രയോജനം കിട്ടിയിട്ടുള്ള മറ്റൊരു ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല സമീപകാലത്ത്. ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും ഏറ്റവും കൂടുതൽ ശരിയാണ്. കഴിഞ്ഞ എത്രയോ കൊല്ലമായി, 2014 മുതൽ നിങ്ങളല്ലേ ഭരിക്കുന്നത്. എന്താണ് ഈ ആമ പരിപാലന കേന്ദ്രമാണോ മുഖ്യ ആകർഷണം? എന്താ പറയട്ടെ, നിങ്ങളെ അതെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആനയും കുഴിയാനയും ഒക്കെ ആണല്ലോ ചിന്ത. കാരണം അതേ ഉള്ളൂ കേരളത്തിൽ വേറെ ഒന്നുമില്ല. കേരളത്തിലെ മറ്റേ വ്യാവസായിക മന്ത്രി അതേന്ന് ആമയും കുഴിയാമയും ഒക്കെ തപ്പി നടക്കല്ലേ കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒക്കെ. എവിടെയുണ്ട് ആമ, എവിടെയുണ്ട് ആന, എവിടെയുണ്ട് കുഴിയാന? നിങ്ങൾ കേരളത്തിലെ യുവാക്കളെ കാണുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, രാജീവ് എന്ന് പറയുന്ന മന്ത്രി, ഞാനൊരു 2-3 കാര്യം പറയുന്നത് വരെ താങ്കൾ ഇടയിൽ കയറി ചോദിക്കരുത്. ഇവിടെ രാജീവ് എന്ന് പറയുന്ന കേരളത്തിലെ ഇൻഡസ്ട്രി മന്ത്രി അദ്ദേഹം എന്താ പറഞ്ഞത്? MSME ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. MSMEയിലൂടെ നമ്മൾ കേരളത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ്. സുഹൃത്തെ, 10,000 കോടി രൂപ 4 പ്രധാനപ്പെട്ട മേഖലയിൽ ഇക്വിറ്റി ഷെയർ ആയിട്ടും പ്രൊഫഷണലായിട്ടും ട്രെയിനിങ് ആയിട്ടും അതുമായി വേണ്ടപ്പെട്ട ബാക്കി എല്ലാ സാഹചര്യത്തിനും 10,000 കോടി നീക്കി വച്ചിരിക്കുന്ന MSMEക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാണ്. നമ്പർ 1. ഇനി നമ്പർ 2, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ കേരളത്തെ പറ്റി പറയുമ്പോൾ ഞാനിത് പറയാനുള്ള അവസരമൊക്കെ എനിക്ക് ഉണ്ടാവണേ. ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേരെടുത്തിട്ട് ദാ പിടിച്ചോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഞാൻ പറയാം. ഒരു മനുഷ്യൻ 90 കഴിഞ്ഞ ഒരു മനുഷ്യൻ അവിടെ നാളെ ഓഫീസ് തുറക്കാൻ വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ടല്ലോ. മറ്റേ സിനിമയില് റാംജി റാവു സ്പീക്കിംഗില് മുകേഷ് എന്റെ അമ്മ ആ കാറിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ അവരെ അറിയിച്ചോ, അദ്ദേഹത്തെ അറിയിച്ചോ? ഒരു മനുഷ്യൻ നാളെ ഓഫീസ് തുറക്കാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ.
ആ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ അതൊക്കെ കേട്ടു. ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അത് കേട്ടോ? ആ മനുഷ്യൻ തന്നെയല്ലേ പറഞ്ഞത് ഈ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ തമിഴ്നാട് വരെ കർണാടക വരെ ഞാനൊന്ന് പറയട്ടെ മിസ്റ്റർ അതെങ്ങനെ കേരളത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ടോ? കേരളത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ടോ? കൊച്ചി ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാത്രമാണ് അത് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മദ്രാസ് പോലെ ബാംഗ്ലൂർ പോലെയാണോ കൊച്ചി? അതെന്ത് മര്യാദകളാണ് നിങ്ങൾ പറയുന്നത്? അല്ല, മര്യാദകേട് ആരാ പറയുന്നത്? കേരളീയർക്ക് വേണമെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പോയി ബുള്ളറ്റ് ട്രെയിനിൽ കയറിക്കൂടെ എന്നാണ് അശ്വിനി വൈഷ്ണവ് ചോദിക്കുന്നത്. എന്താ ഇതിലേതാ മര്യാദകേട്? ഒരു ബുള്ളറ്റ് ട്രെയിൻ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ ബസ് പിടിച്ച് ബാംഗ്ലൂരിൽ പോയിട്ട് ബുള്ളറ്റ് ട്രെയിൻ കാണാം. അല്ല, നിങ്ങൾ ഇതുവരെ ഈ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇതുവരെ ബുള്ളറ്റ് ട്രെയിനിന് നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾക്ക് എന്നാ ബുള്ളറ്റ് ട്രെയിൻ വേണ്ടി വന്നത്? രാജ്യത്ത് 7 അതിവേഗ റെയിൽപാത പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടില്ല? നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം, കർണാടകയിൽ പോകണം എന്നുള്ള കാര്യമാണ് മന്ത്രി തന്നെ പറയുന്നത്. ഞാൻ അതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിനെ മുമ്പ് ആരെങ്കിലും എതിർത്തോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേരളം ചോദിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഉത്തരം പറയുന്നത്. ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിന് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞിട്ട് മറുപടി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുക. ശരി. കേരളത്തിൽ അതിവേഗ ട്രെയിൻ വേണമെന്ന് പറഞ്ഞ് കേരളത്തിന് അതിവേഗ ട്രെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് റെയിലുമായി നടക്കുന്നവരല്ലേ ഇടതുപക്ഷം? ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം റെയിൽവേയിൽ പോയിട്ട് റെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അത് പറയാത്തോണ്ടാണ് വേണ്ട എന്ന് ബ്രിട്ടാസ് വന്നിരിപ്പുണ്ടല്ലോ. അതെങ്ങനെയാ? ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ കേരളത്തിലെ ഇടതുപക്ഷം? ബുള്ളറ്റ് ട്രെയിൻ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞോ വേണ്ടെന്ന് പറഞ്ഞോ അതിന്റെ അടിസ്ഥാനത്തിലാണോ? ഒരു രാജ്യത്തെ ജനങ്ങളെ ഒരുപോലെ കാണണ്ടേ? എല്ലാ സംസ്ഥാനങ്ങളെയും ഫെഡറൽ വ്യവസ്ഥയിൽ ഒരുപോലെ കാണണ്ടേ? കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു വലിയ സിറ്റിയാണ്. നേരത്തെ അങ്ങ് ചോദിച്ചത് കേരളത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ടെന്നാണോ? നോക്കൂ, കേരളം തന്നെ ഒരു വലിയ സിറ്റിയായി മാറുന്ന വലിയ ജനസാന്ദ്രതയുള്ള ഈ സംസ്ഥാനത്ത്, അതും പണം കൊടുത്ത് കമ്മ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ഇത്രയധികം ആളുകളുള്ള സംസ്ഥാനത്ത്, വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അതിവേഗ ട്രെയിൻ എന്ന് പറയുന്നത് അങ്ങ് തീണ്ടാപ്പാടകലെ നിർത്തേണ്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിന്റെ രാഷ്ട്രീയം ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിനാണ് നല്ല മലയാളം നിങ്ങളോട് പറഞ്ഞത്. അതിവേഗ ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റെയിൽ ട്രെയിൻ ഇവർ പദ്ധതിയുമായി മുന്നോട്ട് വെച്ച് ആ ട്രെയിൻ ഇതുവരെ വേണ്ട, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ബുള്ളറ്റ് ട്രെയിൻ മതി എന്നിവർ പറഞ്ഞിട്ടുണ്ടോ? വേണ്ട. റെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? റെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നതിന് നിങ്ങൾ ഇങ്ങനെ തടസ്സം നിൽക്കല്ലേ. ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങൾ ചോദിക്കാൻ ഉത്തരം പറയണമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അടൽ ബിഹാരി വാജ്പേയി 2004 ഏതാണ്ട് സുവർണ ചതുഷ്കോൺ പദ്ധതി കൊണ്ടുവന്നു റെയിൽവേയുടെ. അന്ന് കേരളം ഉണ്ടായിരുന്നോ? ഇല്ല. അതിനുശേഷമാണ് നമ്മുടെ നെറ്റ്വർക്ക് വർദ്ധിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബുള്ളറ്റ് ട്രെയിൻ. ഈ ബുള്ളറ്റ് ട്രെയിനെ അപമാനിച്ചവരാണ് കേരളത്തിലെ ഭരണാധികാരികൾ. ബുള്ളറ്റ് ട്രെയിൻ അടുത്ത റൗണ്ടിൽ ഞാൻ അങ്ങയിലേക്ക് വരാം. ഷിജോൺ ബ്രിട്ടാസ്, കേരളത്തെ സമീപകാലത്ത് ഇത്രയധികം പരിഗണിച്ചിട്ടുള്ള മറ്റൊരു ബജറ്റ് ഇല്ല എന്നാണ് ബിജെപിയുടെ അവകാശവാദം. ഒരു സെക്കൻഡ് ഞാൻ തീർത്തിട്ട് പോവാം. നിങ്ങൾ 10 മിനിറ്റ് എനിക്ക് തന്നാൽ 10 ചോദ്യം ചോദിച്ചത് നിങ്ങളാണ്, ഞാനല്ല. അല്ല, ഞങ്ങളെ തിരിച്ചു വരൂ, നിങ്ങൾ തിരിച്ചു വരില്ല. 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 ആയിക്കോട്ടെ. ഗോപാലകൃഷ്ണൻ അടങ്ങി എന്നുള്ള വിശ്വാസത്തിൽ ഈ ഗോപാലകൃഷ്ണന്റെ ആവേശത്തിന്റെ ഒരു 100-1 നിർമ്മല സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരണത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള അവതരണമാകുമായിരുന്നില്ല. എനിക്ക് ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറയാനുണ്ട്. ഗോപാലകൃഷ്ണൻ മെട്രോപൊളിറ്റൻ സിറ്റിയെക്കുറിച്ച് പറഞ്ഞു. സാറേ, കഴിഞ്ഞ ദിവസമല്ലേ, അതായത് കേരളം ഒന്നടങ്കം ഒരു നഗരമാണെന്ന് സാമ്പത്തിക സർവേ തന്നെ പ്രഖ്യാപിച്ചത്? നിങ്ങളുടെ സർക്കാരിൻ്റെ സാമ്പത്തിക സർവേ അല്ലേ? ഒരു സംസ്ഥാനം ഒന്നടങ്കം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു നഗരമാകുന്ന ഒരു സംസ്ഥാനം നഗരമായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുള്ളപ്പോൾ താങ്കൾ എന്തിനാണ് മെട്രോപൊളിറ്റൻ സിറ്റിയെക്കുറിച്ച് പറഞ്ഞത്?
യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതുപോലെ അലമ്പുണ്ടാക്കരുത് ഗോപാലകൃഷ്ണ. നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? രണ്ട് മാന്യ വ്യക്തികൾ, ഞാൻ മര്യാദയോട് പറയരുത് കേട്ടോ. മര്യാദയോട് പറയരുത് കേട്ടോ. മര്യാദയോട് പറയരുത്. ഒരു സെക്കൻഡ് ശരിയാവില്ല. ആ പദം പിൻവലിക്കണം. വിഷയങ്ങളിലേക്ക് വരാം. തീരുമാനിക്കാനുള്ള അധികാരമൊന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അതായത് ഈ സർക്കാർ ദേശം കിട്ടുന്ന എന്നോട് വേണ്ട. ഈ ബജറ്റ് അവിടെ പണി. ഈ ബജറ്റ് ഞാൻ മാന്യമായി സംസാരിക്കാൻ വന്ന ഈ ബജറ്റ് എന്നോട് ഒരു സെക്കൻഡ്. ശരി, അതായത് നിങ്ങൾ അദ്ദേഹത്തിനെ മ്യൂട്ട് ചെയ്യണം. ഗോപാലകൃഷ്ണൻ പ്ലീസ് നമുക്ക് ഒരാൾക്ക് സംസാരിക്കാൻ സമയം കൊടുത്താൽ ആ വ്യക്തി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. ഞാനൊരു കാര്യം ഗോപാലകൃഷ്ണനോട് പറയട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏത് കാര്യത്തെയും യഥാർത്ഥത്തിൽ ഖണ്ഡിക്കാനുള്ള സ്ഥിതിവിവരക്കണക്കിലുണ്ട്. നിങ്ങളുടെ ബജറ്റ് അവതരണത്തിൽ നിങ്ങൾ ഓരോ ഇപ്പം മാക്രോ ലെവലിൽ നോക്കുക. അതായത് നിങ്ങൾ വിഭാവനം ചെയ്ത വരുമാനത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ കുറവാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ആദായ നികുതി ഇനത്തിൽ വരുമാനം വർദ്ധിക്കും. നിങ്ങൾ നോക്കുക, 1,26,000 കോടി രൂപയുടെ കുറവ്. അതുപോലെ GST സ്ലാബുകൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? വലിയ രീതിയിൽ വാങ്ങൽ ശേഷി വർദ്ധിക്കും. പക്ഷെ ഉണ്ടായ കുറവ് എത്രയാണെന്നറിയോ? 1,32,000 കോടി രൂപ. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിന്റെ ദീർഘകാലത്തെ ഒരാവശ്യത്തോട് പോലും അനുഭാവപൂർണമായ ഒരു പരിഗണന നിങ്ങൾ കാണിച്ചിട്ടില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ 2 മാന്യ വ്യക്തികളെ, ഈ ശ്രീധരനെയും അതുപോലെ സുരേഷ് ഗോപിയെയും കോമാളികളാക്കാണ് ചെയ്തത്. ആ പാവപ്പെട്ട 2 ആൾക്കാരെ ഇതുപോലെ അവഹേളിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിൽ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നു. അവർ 2 പേരെ അല്ലേ നിങ്ങളിപ്പോൾ അവഹേളിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. അതായത് കേരളത്തിന്റെ ഈ ഹൈസ്പീഡ് കോറിഡോർ അല്ലെങ്കിൽ വേഗപാതയെക്കുറിച്ചുള്ള നമ്മുടെ ആവശ്യം, അതായത് 7 വേഗപാതകൾ നിങ്ങൾ അനുവദിച്ചു. കേരളത്തിനൊരു വേഗപാതയ്ക്ക് അർഹതയില്ലേ? കേരളത്തിനൊരു AMSന് അർഹതയില്ലേ? 22 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ ഇന്ന് ഇന്ത്യയിലില്ലേ? 2 AMS ഉള്ള സംസ്ഥാനങ്ങളില്ലേ? നിങ്ങളുടെ മന്ത്രിയല്ലേ പറഞ്ഞ് ഇപ്പം വന്നു, ഇന്ന് വന്നു, എപ്പം വന്നു എന്ന് ചോദിച്ചാൽ മതി, ചീട്ടെടുത്ത് വെച്ചോളൂ, പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞത്. എവിടെയാണ് AMS? നിങ്ങളിപ്പോൾ ആയുർവേദത്തിന്റെ കാര്യത്തിൽ AMSനെ കുറിച്ച് പറയുന്നുണ്ട്. അതെവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം നിങ്ങൾ ജാംനഗറിൽ ഗുജറാത്തില് ഒരു ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ കൊണ്ടുവന്നു. ഏത് കാര്യമെടുത്താലും നിങ്ങളുടെ തട്ടകങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങളിപ്പോൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ധാതു കോറിഡോറിനെ കുറിച്ച് പറഞ്ഞു. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സങ്കല്പത്തിലെ കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ ഇടനാഴിയിൽ വ്യവസായ സംരംഭങ്ങൾ വരണം. മറിച്ച് നമ്മുടെ ധാതു പദാർത്ഥങ്ങളെ വേറെ സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ട് പോകരുത്. എന്തിനാണ് ഈ പറയുന്ന കമ്പോണൻസ്? യഥാർത്ഥത്തിൽ സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ലൈസൻസ് കിട്ടിയ 11 പ്ലാന്റുകളിൽ 6 ഗുജറാത്തിലാണ്. 1 പോലും കേരളത്തിലേക്കില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് വെച്ചിട്ട്, അതായത് കേരളത്തിൽ ഈ കോറിഡോറിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള സെമി കണ്ടക്ടർ പ്ലാന്റുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയണം. നിങ്ങളിപ്പോൾ മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞല്ലോ, ആമയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാൻ അതിന്റെ കള്ളക്കണക്ക് കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഈ കോക്കനട്ടിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ സാൻഡൽവുഡിന്റെ കാര്യത്തിൽ, കാഷ്യൂവിന്റെ കാര്യത്തിൽ, കൊക്കോയുടെ കാര്യത്തിൽ നിങ്ങൾ ഹൈ വാല്യൂ അഗ്രികൾച്ചർ, അതായത് ഈ പ്രോത്സാഹനത്തെ കുറിച്ച് പറഞ്ഞു. അഭിലാഷ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ബജറ്റ് പേപ്പറിലൂടെ കണ്ണോടിച്ചാൽ, സൂക്ഷ്മമായി വിലയിരുത്തിയാൽ എത്ര കോടി രൂപയാണെന്നറിയോ ഇവർ വകയിരുത്തിയിരിക്കുന്നത്? കേവലം 350 കോടി രൂപ. അതായത് 1 കോടി നാളികേര കർഷകർ ഉണ്ട് എന്ന് ധനമന്ത്രി തന്നെ പറയുന്നു. 350 കോടി രൂപ. ഒരാൾക്ക് എത്രയാ? 200 രൂപയാ. നാണമില്ലേ ഗോപാലകൃഷ്ണ? അതായത് ഈ ബജറ്റ് പേപ്പറിലൂടെ പോവുക. ഇനി നിങ്ങൾ കടലാമയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ ബജറ്റ് പേപ്പറിലേക്ക് കണ്ണെത്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ തന്നെ പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ മറൈൻ ടേർട്ടിൽ ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതിനപ്പുറത്തൊന്നുമില്ല. കേരളത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ആമമുട്ടയെ കിട്ടാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ ഒരു കൺകെട്ട് വിദ്യ നടത്തിയിട്ട് നിങ്ങൾ കേരളത്തോടെന്തോ അനുഭാവം കാണിച്ചു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഫൈനാൻസ് കമ്മീഷന്റെ കാര്യത്തിൽ കേരളത്തിന്റെ വിഹിതം 2.382 കോടി എന്ന് പറഞ്ഞു, 2% എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പൂർണ്ണമായും എടുത്തു കളഞ്ഞു.
നമുക്ക് 20-ന് 24-നിടയിൽ 53,134 കോടി രൂപ ലഭിച്ചിരുന്നു. ഞാനിനി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ്. അതായത് ഒരുപക്ഷെ ഈ കണക്ക് നമ്മുടെ പ്രേക്ഷകർ അറിയണം. കഴിഞ്ഞ ബജറ്റിൽ, അതായത് 25-26 സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് കൊടുക്കുമെന്നുള്ള പേരിൽ അലോക്കേറ്റ് ചെയ്ത തുക എത്രയെന്നറിയോ? 1,30,641 കോടി രൂപ. അഭിലാഷ് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവർ കൊടുത്തെത്രയെന്നറിയോ? കേവലം 18,000 കോടി രൂപ. 1,12,000 കോടി രൂപയുടെ കുറവ്. ഇതുപോലുള്ള ഒരു കടും വെട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇനി ഞാൻ ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ ഒരു കണക്ക് കണ്ടാൽ സാധാരണഗതിയിൽ ഏതൊരു വ്യക്തിയും തന്റെ സ്ഥാനം രാജിവെക്കും. കഴിഞ്ഞ ബജറ്റ് ചുറ്റിക്കറങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു അറിയോ? അതായത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് സ്കീം. ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഇതോ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. അഭിലാഷ്, ഇതിനെ കണക്ക് കേൾക്കുക. അലോക്കേറ്റ് ചെയ്തത് 10,831 കോടി രൂപ. നിങ്ങൾക്കറിയാം എത്രയാണെന്ന് അറിയാൻ ഇവർ ചെലവഴിച്ചത്? 526 കോടി രൂപ. നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ച് പോകില്ലേ? അദ്ദേഹത്തിന് സൽപ്പേരിനല്ലേ കളങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ശ്രീധരനെയും സുരേഷ് ഗോപിയെ മാത്രമല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയെ കൂടി അവഹേളിക്കുന്ന ഒരു ബജറ്റാണെന്ന് ഇതിന്റെ കണക്കുകളിലൂടെ ഊളികിട്ടാൽ മനസ്സിലാക്കും. ഈ പേപ്പർ ഞാൻ ഇവിടെ കാണിക്കാം. അതല്ലാതെ വെറുതെ ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു പ്രത്യേക പ്രീതി ഉണ്ടാക്കിയിട്ട് കേരളത്തോട് എന്തോ വലിയ അനുഭാവം കാണിച്ചു എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല. സ്ഥിതി വിവരക്കണക്കുകളാണ്. ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന PM ആവാസ് യോജന, വീട് നിർമ്മാണം, അതുപോലെ ജലജീവൻ മിഷനിൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത തുകയിൽ 50,000 കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചില്ല. അംഗനവാടി ജീവനക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച തുകയിൽ 6,000 കോടി രൂപയുടെ കട്ട്. നിങ്ങൾ ഏത് കാര്യമെടുത്താലും ഒരു എന്തിനേറെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ പട്ടികവർഗത്തിന് വേണ്ടി നീക്കിവെച്ച തുക, ഇതിലൊക്കെ എത്രയോ കുറവ് വരുത്തി. അതായത് ഇന്ന് ഡോളറിന്റെ മുമ്പിൽ രൂപയുടെ വില കൂപ്പുകുത്തുമ്പോൾ, ആഗോള സമ്പദ്ഘടനയിൽ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ എങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോകണമെന്നുള്ള ദിശാസൂചക ഒന്നുപോലും ഈ ബജറ്റിലില്ല. ഒരു പരാജയത്തിന്റെ ചിത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വരുമാനം തന്നെ 2 ലക്ഷം കോടി രൂപ കുറഞ്ഞു. അടുത്ത വർഷത്തെ വരുമാനത്തിൽ 1% വർധനവ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഈ ബജറ്റ്. കേരളത്തോട് മാത്രമല്ല ഇന്ത്യയോട് തന്നെ കടുത്ത അനീതി കാണിക്കുന്ന ബജറ്റാണ് യഥാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമൻ അവതരിച്ചത്. അതുകൊണ്ടാണ് ഒരു ദുരന്തത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപാദനം നടത്തുന്ന രൂപത്തിലാണ് അവരിന്ന് ബജറ്റ് നടത്തിയത്. അവരുടെ ശരീരഭാഷ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാൻ തുടരണം. ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അവയൊന്നും നടന്നില്ല. എയിംസ് കേന്ദ്രമന്ത്രി വരും കേട്ടോ എന്ന് പറഞ്ഞതാണ്. അതിന്റെ ബാക്കി ഭാഷ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിട്ടും വന്നില്ല. പ്രകടമായി കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ തന്നെയാണോ എന്ന് മലയാളികൾ തലയിൽ കൈവച്ചു പോകുന്ന സാഹചര്യമാണ്. ബജറ്റ് അവതരണം നേരിട്ട് കേട്ടപ്പോൾ അങ്ങനെ തന്നെയാണോ തോന്നിയത്? തീർച്ചയായിട്ടും ഇന്ന് ഇപ്പോൾ ശ്രീ ബിട്ടാസ് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ്റെ ശരീരഭാഷ തന്നെ അത് വളരെ വ്യക്തമാക്കുന്ന, വളരെ എന്താണ് പറയുക, ഒരു തണുത്ത ബജറ്റ് പ്രസംഗമാണ് ഇന്നിവിടെ ഉണ്ടായത്. വാസ്തവത്തിൽ കേരളം 29 ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ബജറ്റിന് മുന്നായിട്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നിപ്പോൾ നമ്മൾ എയിംസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, യാതൊരു പരാമർശനവും ഉണ്ടായില്ല. എത്രയോ കാലമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് തടസ്സം? കേന്ദ്ര ഗവൺമെൻറ് അത് പറയണ്ടേ? ഒരിക്കലും ഒരു പരാമർശവും നടത്താൻ അല്ലെങ്കിൽ ഒരു പരിഗണനയും നൽകാനായിട്ട് തയ്യാറായിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാളികേരത്തിൻ്റെ കാര്യം പറഞ്ഞു, വളരെ നല്ല കാര്യം. അത് ഉദ്ദേശിക്കുന്നത് പോലെ നാളികേരത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി പുതിയ എന്താണ് പറയുക, വളരെ പഴകിയ മരങ്ങൾ വെട്ടിമാറ്റി പുതിയത് പ്ലാന്റ് ചെയ്യുക. അതെല്ലാ കോസ്റ്റൽ സ്റ്റേറ്റ് തീരദേശമുള്ള അല്ലെങ്കിൽ നാളികേരം കൃഷി ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള ഇതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുമെന്ന് ചോദിക്കാം. ഞാൻ ചെയ്ത കാര്യമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് റബ്ബർ. ആ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ റബ്ബറിൻ്റെ വിലസ്ഥിരതാ ഫണ്ടിന് 1000 കോടി രൂപ നമ്മൾ ചോദിച്ചതിനോ ഒരു പ്രതികരണവും ഒരു വാക്കുപോലും ബജറ്റിൽ പ്രസ്താവന ഉണ്ടായില്ല. വർഷം തോറും ഇറക്കുമതിയിലൂടെ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഇറക്കുമതിയിലൂടെ 8,000-ലേറെ കോടി രൂപ ഇറക്കുമതി ചുങ്കമായി കിട്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് അതിലൊരു 1000 കോടി രൂപ ഈ കർഷകർക്ക്, ഈ അധ്വാനിക്കുന്ന റബ്ബർ എന്ന് പറയുന്ന ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ക്രോപ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ രാജ്യം ചലിക്കുന്നത് റബ്ബർ ഉള്ളത് കൊണ്ടാണ്.
അത് കൃഷി ചെയ്യുന്ന കേരളത്തിൽ മാത്രമാണ് കൃഷി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കേരളമാണല്ലോ ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയാവുന്നതിൻ്റെ ഏറ്റവും തുടക്കക്കാരെന്ന് നമ്മളാണ്. ആ റബ്ബർ കർഷകർക്ക് ഒരു ന്യായവില കിട്ടാനുള്ള ഒരു 1000 കോടി രൂപ കൊടുക്കാൻ എന്താണ് ഇവർക്കുള്ള ബുദ്ധിമുട്ട്? അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അതേപ്പറ്റി മിണ്ടുന്നില്ല. പിന്നെ നമ്മൾ ഇന്ന് കേരളവും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും നേരിടുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, മനുഷ്യ മൃഗ സംഘർഷം. ഒരക്ഷരം പോലും അതേക്കുറിച്ച് പറയാനോ അതിൻ്റെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ഏർപ്പെടുത്താനോ ഈ ബജറ്റ് മിണ്ടുന്നില്ല. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, അവയുടെ മൂല്യവർദ്ധനവ്, ബ്രാൻഡിങ്, അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിന് വേണ്ടിയുള്ള പ്രോജക്റ്റാണോ? ഈ രാജ്യത്തിന്, ലോകത്തിന് തന്നെ മാതൃകയായി നമ്മുടെ രാജ്യം ഉയർത്തിക്കാട്ടുന്ന, അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനം, അതുപോലെ തന്നെ രാജ്യത്തിന് പ്രയോജനം കിട്ടാൻ പോകുന്ന ഒരു വൻകിട പദ്ധതി, അത് ഭാഗ്യവശാൽ ദൈവാനുഗ്രഹത്താൽ കേരളത്തിൽ വന്നു എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എന്തെങ്കിലും പറയാൻ, എന്തെങ്കിലും ഒരു പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാൻ ഒന്നും തയ്യാറായിട്ടില്ല. കേരളം പോലെ ഇത്രയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം നമുക്കറിയാമല്ലോ. കടക്കെണി എന്ന് വിശേഷിപ്പിക്കാവുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നം ഇവിടെയുണ്ട്. ഇവിടെ 21,000 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് സംസ്ഥാന ഗവൺമെൻറ് ചോദിച്ചു. ഒന്നും കൊടുക്കാൻ, അല്ലെങ്കിൽ അതേക്കുറിച്ചൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. ഇപ്പം എന്താണ് ഈ പറയുന്ന ഈ ഹൈ വാല്യൂ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്താണ്? നാളികേരം, ചന്ദനം, കൊക്കോ, കശുവണ്ടി എന്നിവ തീരദേശത്ത് കോസ്റ്റൽ മേഖലയിൽ കൃഷി ചെയ്യാനായിട്ട് സാമ്പത്തിക സഹായം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, കൊക്കോയും ചന്ദനവും അതുപോലെ തന്നെ ഈ പറയുന്ന കശുവണ്ടിയൊക്കെ കോസ്റ്റൽ മേഖലയിലാണോ കൃഷി ചെയ്യുന്നത്? നമ്മുടെ മലയോര ഇടനാട്ടിലും മലനാട്ടിലുമല്ല ഇതിൻ്റെയൊക്കെ കൃഷി കൂടുതലായിട്ട് വരുന്നത്. അതിലേക്ക് അത് വ്യാപിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിന് പ്രയോജനപ്പെടും. പക്ഷെ മന്ത്രി എടുത്ത് പറഞ്ഞിട്ടുള്ളത് കോസ്റ്റൽ മേഖലയിലെ ഇവയുടെ കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുമെന്നാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. ഞാൻ ചോദിക്കട്ടെ, 7 എണ്ണം പ്രഖ്യാപിച്ചു, ബാംഗ്ലൂർ വരെ വന്ന് നിൽക്കുകയാണ്. കേരളത്തിലേക്ക് നീട്ടുന്നതിന് എന്താണ് തടസ്സം, എന്താണ് പ്രശ്നം? ഞങ്ങൾ ഈ വിഷയം കഴിഞ്ഞ 15 വർഷം മുമ്പ് ആരും ഹൈസ്പീഡ് റെയിൽ കോറിഡോറിനെ കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാതിരുന്ന കാലഘട്ടം മുതൽ ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ശ്രീ PJ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ വെറുതെ ഉന്നയിച്ചതല്ല. ശ്രീ E. ശ്രീധരൻ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു റെയിൽവേ സംബന്ധമായ ഒരു വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ഡെഡിക്കേറ്റഡ് ബ്രോഡ് ഗേജ് ലൈൻ, ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ, അതാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക. നിങ്ങളത് ആവശ്യപ്പെടണം. ഞാൻ സന്ദർഭവശാൽ ഒരു പ്ലെയിൻ യാത്രക്കിടയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ആശയം പറയുന്നത്. പക്ഷെ പിന്നീട് ബഹുമാനപ്പെട്ട PJ ജോസഫ് സാർ അത് വികസിപ്പിച്ച് മുംബൈ കന്യാകുമാരി ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്നുള്ള ആശയം കൊണ്ടുവന്നു. ശ്രീ E. ശ്രീധരൻ അത് അപ്രൂവ് ചെയ്തു. നല്ല കാര്യമാണ്, നല്ല ആശയമാണ്. അതായത് 5 സംസ്ഥാനങ്ങൾക്ക്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, മുംബൈ ടു കന്യാകുമാരി. അത് നിങ്ങൾക്കറിയാമല്ലോ, മലയാളികൾക്ക് എത്രയോ പുറത്താണ് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യം. ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കൾ പോകുന്നതിന് മുമ്പ് ഈ നേരത്തെ ഫിനാൻസ് കമ്മീഷൻ പുറത്താണ്, അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അവാർഡിനെ കുറിച്ച് നേരത്തെ കേരളത്തിന്റെ റവന്യൂ വിഹിതം, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ശ്രീ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞു MSMEകൾക്ക് ഒത്തിരി പ്രയോജനം. ഇവിടെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ കുറച്ചു കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം ശ്രീ ജോൺ ബ്രിട്ടാസ്, സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം അത് 1.9% ആയി കഴിഞ്ഞ ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കുറഞ്ഞതായിരുന്നു. ഇപ്പോൾ 2.38 ആണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന് ആനുപാതികമായി ഒരുപക്ഷെ മുൻപത്തെക്കാൾ കൂടുതൽ പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കാലമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ BJPയുടെ ഡിഫൻസ്. ഇല്ല അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ വിഭവം പങ്കുവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഡ്യൂട്ടിയും സർചാർജും ചുമത്തിയിട്ട് സ്വന്തം നിലയ്ക്ക് വരുമാനം ആർജിക്കുന്നു. ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടു. ഫിനാൻസ് കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ മറ്റൊരാവശ്യം, ഈ 41% എന്നുള്ളത് ഒരു ചുരുങ്ങിയത് 50% ഉയർത്തണം. എന്താ കാരണം? ഈ രാജ്യത്തിൻ്റെ ചെലവുകളിൽ ബഹുഭൂരിപക്ഷവും ഒരു 68 to 70% ചുമക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. ഇതൊന്നും പരിഗണിച്ചില്ല. മൂന്നാമത്,
ഓഫ് ബജറ്റ് ബോറോയിങ്, അതായത് കേന്ദ്ര സർക്കാർ NHAയിലൂടെയും മറ്റിലൂടെയും ഒക്കെ ഒരുപാട് കടങ്ങൾ എടുക്കുന്നുണ്ട്. ആ കടങ്ങളൊന്നും ബജറ്റിൻ്റെ പരിധിയിലേക്ക് വരുന്നില്ല. ഇപ്പം ദേശീയപാത അതോറിറ്റിയുടെ കടം എന്ന് പറയുന്നത് 3 ലക്ഷം കോടിക്കടുത്താണ്. അപ്പം ഓഫ് ബജറ്റ് ബോറോയിങ് എടുത്താൽ മാത്രമേ, എന്താ കാരണം, വിഭവമില്ലെങ്കിൽ കടമെടുപ്പ് നടത്തിയിട്ടല്ലേ നമുക്ക് വികസനം നടത്താൻ പറ്റുള്ളൂ. ഈ 3 മർമ്മപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടു. 4ാമത്തെ കാര്യം ഞാൻ അഭിലാഷോട് പറഞ്ഞല്ലോ, അതായത് സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡായിട്ട് ഈ സർക്കാർ പ്രഖ്യാപിച്ച് വകയിരുത്തിയ തുകയിൽ ആകെ, അതായത് 1 ലക്ഷത്തിലേറെ കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് നൽകിയത് 18,000 കോടി രൂപ മാത്രമാണ്. അപ്പോൾ ഒരു തരത്തിലും സംസ്ഥാനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ശതമാനം 1.925 എന്നുള്ളത് 2.382 ആയിട്ട് വളർന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് 36,355 കോടി രൂപ മാത്രമാണ്. നമ്മൾ കൺസർവേറ്റീവായിട്ട് യാഥാസ്ഥികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത്രയാണ് ഒരു 46,000 കോടി രൂപയെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു തരത്തിലും സംസ്ഥാനങ്ങളോട് നീതി പുലർത്താത്ത ഒരു ബജറ്റായിട്ട് തന്നെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ പബ്ലിസിറ്റിക്ക് വേണ്ടി പലതും പറയാം. ഇപ്പം നമ്മൾ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പറഞ്ഞു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നല്ല കാര്യമാണ്. 3 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പ്രഖ്യാപിച്ചു. എന്നാൽ ഒരെണ്ണം ഈ ആയുർവേദത്തിന് ലോകത്തിന് മാതൃകയല്ലേ കേരളം. ആ 3-ൽ 1 കേരളത്തിലായിരിക്കുമെന്ന് ധനമന്ത്രി പറയണ്ടേ? അതേസമയം ആയുർവേദ ദേശീയ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ കൊണ്ട് കൊടുത്തു? ജാംനഗറിൽ കൊണ്ട് കൊടുത്തു, ഗുജറാത്തിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇനി ഹൈ വാല്യൂ ക്രോപ്സിനെ കുറിച്ച് പറഞ്ഞു. ഫ്രാൻസിസ് ജോർജ് ബജറ്റിലേക്കൊന്ന് കണ്ണെത്തിച്ച് നോക്ക്. ആകെ വകയിരുത്തിയിരിക്കുന്ന 350 കോടി രൂപയാണ്. അത് വീതം വെച്ചാൽ ഒരു കർഷകന് ഒരു 150 കോടി രൂപ 150 രൂപ ലഭിക്കും. നോക്കുക, ഇതാണ് ഈ കൺകെട്ടെന്ന് പറയുന്നത്. ഈ രൂപത്തിലാണല്ലോ നമ്മൾ ബജറ്റിനെ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു തരത്തിലും നീതി പുലർത്താത്ത ഒരു ബജറ്റായിട്ട് ഭവിച്ചിരിക്കുകയാണ്. മാത്രമല്ല, വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ വലിയ ബഹുമാനമുള്ള 2 മഹത് വ്യക്തികളായിട്ടുള്ള സുരേഷ് ഗോപിയെയും ശ്രീധരനെയും കോമാളികളാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ഈ ബജറ്റിന്റെ പിന്നിലുണ്ട് എന്ന് കൂടി ഞാൻ പറയുകയാണ്. തീർച്ചയായും ശ്രീ ബി ഗോപാലകൃഷ്ണൻ 2 പ്രമുഖ വ്യക്തികളെ, സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ശ്രീധരനെയും അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ തുടങ്ങാം. നോക്കൂ, ഇപ്പോൾ ശ്രീധരൻ അദ്ദേഹം ഈ ബജറ്റിന്റെ 2 ആഴ്ച മുമ്പല്ലേ വീണ്ടും റാപ്പിഡ് റെയിൽ കോറിഡോർ എന്ന സങ്കല്പം അത് എത്രമാത്രം ഫീസിബിൾ ആണ്, കേരളത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയത്. അദ്ദേഹം പ്രായമായ ഒരു മനുഷ്യനല്ലേ. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിക്കും, ഇതായിരുന്നു പ്രതീക്ഷ. അവസാനം എന്തായി? നമുക്ക് ആമയുടെ വേഗവും തമിഴ്നാട്ടുകാർക്കും കർണാടകക്കാർക്കും ഒക്കെ ബുള്ളറ്റിന്റെ വേഗവും. എയിംസ് വരും എന്ന് എത്രയിടത്ത് സുരേഷ് ഗോപി പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ടോണും ആ ഭാഷയും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ആക്ഷൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അത്ര ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എയിംസ് വരും കേട്ടോ എന്ന് സുരേഷ് ഗോപി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത്. എന്നിട്ട് ഇത് രണ്ടും ഇല്ല. ഇനിയിപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നാളെ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസം കേരളത്തിൽ വരുമ്പോൾ എയിംസ് എവിടെ സാറേ എന്ന് പത്രക്കാരെ ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി പറയും? താങ്കളുടെ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. പക്ഷേ താങ്കൾ ഒരു ശരിയല്ലാത്ത കാര്യം ചെയ്തു. അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ചർച്ചയിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് ഉണ്ടാവും എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോകാനല്ല താങ്കൾ എന്നോട് പറഞ്ഞത്. ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിക്കാനാണ്. അയാളവിടെ പോയി അയാൾ പ്രസംഗിച്ച് അയാൾ പോവുക. മറുപടി ഒന്നും അയാൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. അല്ലല്ല ഒരു പക്ഷേ കുഴപ്പമില്ല. കാരണം ജോൺ ബ്രിട്ടാസിൻ്റെ സ്വഭാവവും ജോൺ ബ്രിട്ടാസിൻ്റെ മനസ്സുമുള്ള താങ്കളിരിക്കുന്നത് താങ്കളോട് പറയേണ്ടി വരും. ജോൺ ബ്രിട്ടാസ് അങ്ങനെ വിചാരിക്കാം. അങ്ങനെ ശരിയല്ലല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ. അതൊക്കെ പറഞ്ഞോട്ടെ. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം പറയാൻ സമയം തരാതിരുന്ന് ജോൺ ബ്രിട്ടാസ് വന്നപ്പം 2 പ്രാവശ്യം നിങ്ങൾ ജോൺ ബ്രിട്ടാസിന് മാത്രം കൊടുത്തു. അദ്ദേഹം പറഞ്ഞതിനൊന്നും മറുപടി പറയാനുള്ള അവസരം എനിക്ക് തന്നില്ല. ചർച്ചയിൽ മര്യാദയല്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ല ആയിക്കോട്ടെ, അയാളോട് പറയേണ്ട കാര്യം എനിക്ക് അയാളോട് ശരി അല്ലല്ല, അദ്ദേഹത്തിനോട് പറയേണ്ട കാര്യം അദ്ദേഹത്തിനോട് പറയണം. അതിന് പറയാൻ അവസരം തരാതിരുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ, ഇനി നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഇടയിൽ കയറി സംസാരിക്കല്ലേ. നിങ്ങൾ കുറേ നേരമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യമാണ്.
അതിലൊന്ന് എയിംസ് വന്നില്ല. സുരേഷ് ഗോപി കോമാളിയായിട്ട് സുരേഷ് ഗോപിയെ ചിത്രീകരിച്ചു. ഗോപാലകൃഷ്ണന് അലമ്പുണ്ടാക്കാൻ വന്നു. ഇത് രണ്ടാണ് അയാൾ പറഞ്ഞിട്ട് പോയത്. കോമാളിയായിട്ട് ആളുകളെ കാണുന്നവർക്കെല്ലാം കോമാളിയായിട്ടേ തോന്നുള്ളൂ. സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അഭിലാഷ് മോഹൻ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ കേരളത്തിൽ എയിംസ് വരും, അടുത്ത വർഷം എയിംസ് വരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീ നഡ്ഡാജി, അദ്ദേഹം കേരളത്തിൽ വന്നു. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു എയിംസ് കേരളത്തിൽ വരും. അപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്നാണ് വരിക? അത് ഞാനിപ്പം നിങ്ങളോട് പറയുന്നില്ല. എവിടെയാണ് വരിക അതും പറയുന്നില്ല. എയിംസ് വന്നിരിക്കും, ഞങ്ങളുടെ ഈ കാലയളവിൽ എയിംസ് വരും. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ ഗവൺമെൻറ് നാളെ രാജിവെച്ചൊഴിഞ്ഞ് പോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടി അടപ്പത്തിരിക്കുകയുള്ളൂ, അവരൊന്നും ഇറങ്ങി വരില്ല. 5 വർഷമുണ്ട് എന്നൊരു വാക്ക് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപി ഇനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല എന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് എയിംസ് വന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരിഭവമെങ്കിൽ, ഈ 2 കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു. എയിംസിൻ്റെ കാര്യം ഈ ചർച്ചയിൽ, ഈ ബജറ്റിൽ ഒരു സംസ്ഥാനത്തിനും എയിംസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തിൻ്റെയും പേരെടുത്ത് ഒരു തരത്തിലുള്ള സാധനത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തോടും സംസ്ഥാനത്തിൻ്റെ പേരിൽ ഇന്നത് വരും എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് എയിംസുമായി ബന്ധപ്പെട്ടത്. അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 75 വിമാനത്താവളമാണ് ഇന്ത്യയിൽ. ഇന്ന് 150 വിമാനത്താവളമാണ്. ആ 75 വിമാനത്താവളവും ബജറ്റിൽ പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ ബജറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ കഴിഞ്ഞ ബജറ്റിന് ശേഷം കേരളത്തിൽ എത്ര പുതിയ വന്ദേ ഭാരതും അതുപോലെ ഇപ്പോൾ സാധാരണക്കാരന് വന്ദേ ഭാരതിൽ പണക്കാർ കൂടുതൽ പൈസയാണെന്ന് പറഞ്ഞപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പം വന്ദേ ഭാരത് അതിൻ്റെ ന്യൂ ജനറേഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തില്ലേ? എന്താ ഇതൊക്കെ ബജറ്റ് പറഞ്ഞിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. പുതിയ 3 വന്ദേ ഭാരത് വരാൻ പോകുന്നു എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയും, ഇടയിൽ പറയില്ല. അമൃത് ഭാരത് വന്നത് അല്ല ഞാൻ നാച്ചുറലായിട്ടല്ലേ പറയുന്നത്. കഴിഞ്ഞ വന്ദേ ഭാരത് കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ, കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ, ആ 2 ബജറ്റിൽ ബജറ്റിൽ വന്നിട്ടാ. ഈ മാത്രമല്ല 3 പുതിയ വന്ദേ ഭാരത് വരുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, അത് ബജറ്റിൽ പറഞ്ഞിട്ടാ. 75 വിമാനത്താവളം 150 വിമാനത്താവളമാക്കിയത് ബജറ്റ് പറഞ്ഞിട്ടാ. നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്ന? ബജറ്റ് പറഞ്ഞാൽ മാത്രമേ ഈ കാലയളവിൽ മാറ്റണം. അതായത് ഇന്ന് ഞാൻ പറയാനിരുന്നതാണ്, അദ്ദേഹം പോയതുകൊണ്ടാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഈ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബ്രിട്ടാസ് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും കേരളത്തിനൊന്നും കൊടുത്തില്ല. തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിൽ കയ്യടി മേടിക്കാനുള്ള ഈ സോപ്പ് പരിപാടി ഞങ്ങൾക്കില്ല. ഇടതുപക്ഷത്തിൻ്റെ പരിപാടി എന്താ? ഇടതുപക്ഷം ചുണ്ണാമ്പ് കലക്കി കിറ്റിലിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഒഴിച്ച് 1/2 കിലോ പഞ്ചസാരയും 1 കിലോ അരിയും ഇട്ട് നാട്ടുകാർക്ക് കൊടുക്കുന്ന കിറ്റ് എക്കണോമിക്സ് അല്ല ഭാരതീയ ജനതാ പാർട്ടി നടപ്പാക്കുന്ന സാമ്പത്തിക ശാസ്ത്രം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിലെ ബജറ്റിൽ അഭിലാഷ് മോഹനും ഗോപാലകൃഷ്ണനും ഇതേ ചർച്ച ചെയ്തതാ. ആ ബജറ്റിൽ ഏതെങ്കിലും സോപ്പ് ഉണ്ടായിരുന്നോ? അന്ന് ബീഹാറിന് ഒരു പ്രത്യേക പാക്കേജ് കൊടുത്തപ്പം ഇതേ ബ്രിട്ടാസ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റേ ബീഹാറിൽ ഒരു പ്രത്യേക പാക്കേജ് കൊടുക്കരുത്, കാരണം ഇത് ഇന്ത്യൻ ബജറ്റാണ്, അതൊരു പ്രത്യേക സംസ്ഥാനത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ഈ ബ്രിട്ടാസ്. എനിക്കത് അയാളോട് ചോദിക്കണമായിരുന്നു. എൻ്റെ മൊബൈലിൽ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു, എനിക്ക് അല്ല ഒരു മിനിറ്റ് ഞാനത് തീർത്തോട്ടെ. ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് എനിക്ക് ചിരി വരിക. എൻ്റെ പൊന്നു ചങ്ങാതി, ഇത് ഇന്ത്യയുടെ ബഡ്ജറ്റാണ്. ഇന്ത്യയുടെ ബജറ്റിൽ നിങ്ങൾ എല്ലാ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കേരളത്തിൻ്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? തൃശ്ശൂർക്കാരനാണ് ഗോപാലകൃഷ്ണൻ. കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ മാങ്ങാത്തൊലിയാണ് കിട്ടിയത്. ഇപ്പം ആമമുട്ട കിട്ടിയല്ലോ, മാങ്ങാത്തൊലിയാണ് തൃശ്ശൂരിന് കിട്ടിയത്. വയനാടിന് എന്ത് കിട്ടി? കണ്ണൂരിന് എന്ത് കിട്ടി? കാസർഗോഡിന് എന്ത് കിട്ടി? ചർച്ചയുണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്.
ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ്. അല്ല, ഞാൻ ഒരു വരി കൂടി പറഞ്ഞ് ഞാൻ തീർക്കാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ് മിസ്റ്റർ അഭിലാഷ് അത് കൊടുക്കുന്നത്. ഞാൻ ഇനി ഒറ്റ വാക്കുകൾ പറഞ്ഞിട്ട് പോവാം. ഒരു മിനിറ്റ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണത് പോകുന്നത്. MSME 10,000 കോടി അത് കേരളത്തിന് കിട്ടും. ഇനി 12.2 ലക്ഷം കോടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ. എന്ത് കിട്ടി കേരളത്തിന് എന്നാണല്ലോ ബ്രിട്ടാസ് ചോദിച്ചത്. ഈ കേരളത്തിൽ തെക്കും വടക്കും നടക്കുന്ന ഹൈവേ പ്രവർത്തനം, ഈ കോൺഗ്രസ്സുകാരുടെ 4 മന്ത്രിയുണ്ടപ്പോൾ കിട്ടാതിരുന്ന ഹൈവേ അത് ഞങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അത് കേരളത്തിന് 12.2 ലക്ഷം കോടി കിട്ടില്ലേ? കിട്ടില്ലേ? ഇനി ഇന്നലെ കുറച്ചു മുമ്പ് അദ്ദേഹം പറഞ്ഞാൽ ഒരു മറുപടി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ എന്താ, കേരളം ഈ അല്ല ഒരു മിനിറ്റ് നമ്മൾ ചർച്ചക്കല്ലേ ഇരിക്കണം. എല്ലാവരും ചോദിച്ചതിന് മറുപടി പറയേണ്ട ആളല്ലേ ഞാൻ. ഒന്ന് പറഞ്ഞോട്ടെ. എന്താ ചോദിച്ചത്? ഈ കേരളത്തിന് കഴിഞ്ഞു കേരളത്തിന് എന്ത് കിട്ടി? ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം 1.93 24,500 കോടി, ഇപ്പോ 36,355 കോടി. വേണ്ട, കഴിഞ്ഞ ചർച്ചയിൽ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കേരളം എന്നൊന്ന് ഇന്ത്യയുടെ മാപ്പിലുണ്ട്. ഞങ്ങൾ തിരിച്ചു പറയുകയാണ്, കേരളം എന്നൊന്ന് ഇന്ത്യയിലെ മാപ്പിൽ ഉണ്ടായതുകൊണ്ടാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷനിൽ ശ്രീ ആദികേശവൻ, അദ്ദേഹം ബഹുമാനപ്പെട്ട ആദികേശവൻ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷനിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധനകാര്യ ഈ കേരളത്തിനാണ്. കേരളത്തിനാണ്. പിന്നെ എന്തുകൊണ്ടാണ് കേരളം ഒന്നും തരുന്നില്ല? ഇതിപ്പോ നമ്മുടെ നെടുമുടി വേണു പറഞ്ഞ മാതിരിയാ, എനിക്കൊന്നും കിട്ടുന്നില്ലേ. ഒരു കാര്യം പറഞ്ഞ നിർത്താം. 12,200 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കഴിഞ്ഞു 12,200 കോടിയുടെ മറ്റേ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ഈ കേരളം 2,700 കോടിയുടെ പദ്ധതിയെ നടപ്പാക്കിയുള്ളൂ. ബാക്കി 10,000 കോടി ലാബ്സ് ആക്കി കളഞ്ഞു. ലാബ്സ് ആക്കിയിട്ട് പട്ടികജാതിയുടേത്. ശരി, അതെന്താണെന്ന് നോക്കാം, പരിശോധിക്കാം. നിങ്ങൾ പരിശോധിക്കാം. വന്നിരുന്ന ഗീർവാണം അടിച്ചിട്ട് മറുപടി കേൾക്കാതെ പോകുന്നുണ്ടല്ലോ, അതാണ് മര്യാദയാണ്. ശരി, ഓക്കെ, അത് പരിശോധിക്കാം. എന്തായാലും ഇപ്പോ ഞങ്ങൾ കിറ്റ് കൊടുത്തിട്ട് അധികാരം പിടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം. കിറ്റൊന്നും അല്ല കൊടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് 10 ഹസാരി സ്കീം, 10,000 രൂപ മഹിളകൾക്ക്, ഏതാണ്ട് ഒരുപാട് ആളുകൾക്ക്, 1 കോടിയിലധികം ആളുകൾക്ക് 10 ഹസാരി 10,000 രൂപ കിട്ടി. അതിന് മുമ്പ് മഹാരാഷ്ട്രയിൽ ലഡ്കി ബഹിന സ്കീം, മധ്യപ്രദേശിൽ ലഡ്കി ബഹിൻ സ്കീം. ഇപ്പൊ ഇത് കേരളത്തിൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണോ? കേരളത്തിൽ കിറ്റ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്ത കാര്യം പറഞ്ഞത്. അതല്ലെന്ന് ഞാൻ ബജറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. കേരളത്തില് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയ അല്ല, കേരളത്തിൽ എന്തോ ചുണ്ണാമ്പിട്ട് കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? കേരളത്തിൽ എന്തോ ചുണ്ണാമ്പിട്ട് കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വേറെ കാര്യം. മുമ്പ് നടന്ന ചുണ്ണാമ്പ് ഇട്ട് കിറ്റ് കൊടുത്തു കേരളത്തില്, അതുപോലെ ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അതുപോലെ കിറ്റൊന്നും അല്ല, അവിടെ 10,000 രൂപ, 15,000 രൂപ, 1,500 രൂപ വലിയ തുകയാ. കിറ്റ് കൊടുത്തപ്പോ നിങ്ങൾക്ക് പൊള്ളിയോ? അതെ, നിങ്ങൾ 4 വർഷം ക്ഷേമപെൻഷൻ കൊടുക്കാതെ 4 വർഷം, അതെ 4 വർഷം, അതെ 4 വർഷം ക്ഷേമപെൻഷൻ കൊടുക്കാതെ 5ാമത്തെ വർഷം വന്ന് ക്ഷേമപെൻഷൻ കൊടുത്തിട്ട് അതില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മഹിളകൾക്ക് 10,000 രൂപ മഹിളാ റോസ്കാർ യോജന പ്രഖ്യാപിച്ചത്, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സംസ്ഥാനത്ത് പലതും നടക്കും. പിന്നെ ഞങ്ങൾ നിങ്ങൾ ആ രീതിയിൽ മനസ്സിലായി. ശരി, അത് അപ്പൊ ബ്രിട്ടാസിന്റെ ഭാരമാണല്ലോ നിങ്ങൾക്ക് വിഷമുണ്ടാവും. അല്ലാതെ സത്യം പറയുമ്പോ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല. ശ്രീ ആദികേശവൻ, ഇവിടെ ഇപ്പോ ഞാൻ സത്യം പറയുമ്പോ നിങ്ങൾ അതിനെ പൊള്ളുന്നേ. കിറ്റിന്റെ കാര്യം പറയുമ്പോ ഞാൻ അടുത്ത ആളോട് ചോദിക്കട്ടെ. ശ്രീ ആദികേശവൻ, ഇപ്പൊ കഴിഞ്ഞ ബജറ്റ് ബീഹാർ ബജറ്റ് എന്ന് വിമർശിക്കപ്പെട്ടിരുന്നു. ബീഹാർ സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം പദ്ധതികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ കേന്ദ്ര ബജറ്റിന് ശേഷം നടക്കുന്നത് കേരളം, തമിഴ്നാട്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, ആസാം, പോണ്ടിച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ കേരളത്തിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിഗണന കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അത് ചിലപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളാകാം. ഈ റാപ്പിഡ് റെയിൽ
കൊറിഡോർ പോലത്തെ പ്രഖ്യാപനങ്ങളാകാം എന്നൊക്കെയുള്ള ശ്രുതി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പലരും ഈവൻ ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ പോലും അങ്ങനെ ഒരു സൂചന നൽകിയിരുന്നു. കേരളത്തിന് വലുതായി കേന്ദ്രത്തിൽ നിന്ന് എന്തോ കിട്ടാൻ പോവുകയാണെന്നുള്ള ഒരു പ്രതീതി കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബജറ്റ് പരിശോധിക്കുമ്പോൾ അങ്ങനെ കേരള സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല, പണ്ടും ഉണ്ടാവാറില്ല, ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? ശ്രീ ആദികേശവൻ അങ്ങയോടാണ്. അഭിലാഷ്, സോറി, ഞാൻ കുറച്ച് വൈകി. താങ്കൾ പറഞ്ഞ സമയത്തിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഈ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കാമോ അഭിലാഷ്? കേൾക്കാം സാർ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം പൊതുവെയുള്ള കേരളത്തിലെ നമ്മുടെ ചാനലുകളിലും മീഡിയയിലൊക്കെ ഉള്ള ചർച്ച, അതായത് കേരളത്തിനെ അവഗണിച്ചു, കേരളത്തിനൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ വിമർശനം ഞാനും കേൾക്കുകയുണ്ടായി. പക്ഷേ അഭിലാഷ്, ഈ ബഡ്ജറ്റ് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ പോലെ ഈ ബഡ്ജറ്റ് വിട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഓഫ് കോഴ്സ്, അതായത് ബീഹാറും ആന്ധ്രാപ്രദേശും ഇലക്ഷന് പോകുന്നു എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നാച്ചുറലി ആ ബീഹാർ പാക്കേജും ആന്ധ്രാപ്രദേശ് പാക്കേജും ഉണ്ടായിരുന്നു. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ബീഹാറിലെ ഈ അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് 10,000 രൂപ 1 കോടി സ്ത്രീകൾക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇലക്ഷനിലാക്കി ധാരാളം നടപടികൾ വിവിധ ഗവൺമെൻറ്റുകൾ എടുക്കുന്നുണ്ട്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൽ ഞാൻ കടക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അർഹരായ ആൾക്കാർക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആയാലും മറ്റെന്ത് സ്കീമായാലും ഇലക്ഷൻ വഴി അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇത് പിന്നെ അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രമായിട്ട് ഇത് കിട്ടണം. ഇതിൽ വേറെ എന്തെങ്കിലും വഴിതിരിച്ച് വിടുകയോ അല്ലെങ്കിൽ അനർഹരായ ആൾക്കാരുടെ കയ്യിൽ കിട്ടുകയോ ഒക്കെ ചെയ്യാതിരിക്കണം. ഇതാണ് വെൽഫെയർ മെഷേഴ്സിനെ കുറിച്ച് എൻ്റെ പൊതുവെയുള്ള സമീപനം. ആസ് ലോങ് ആസ് ഇത് ഡിസർവിങ് ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇലക്ഷനിലാക്കിയാണെങ്കിലും അല്ലെങ്കിലും കുറേ ഈ ക്യാഷ് ട്രാൻസ്ഫേഴ്സ് ആർ ഗുഡ് ഫോർ ദി ഇക്കോണമി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി കേരളത്തിൻ്റെ പറഞ്ഞാൽ അഭിലാഷ്, എനിക്ക് ഒരു ഇൻ പ്രിൻസിപ്പിൾ തോന്നുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രവും ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിസ്ക്കൽ ട്രാൻസ്ഫറിൽ 16ാം ധനകാര്യ കമ്മീഷനിൽ ഇപ്പം നടപ്പാക്കി കഴിഞ്ഞു. അതിൽ പറയുന്ന കാര്യങ്ങളടക്കം അഭിപ്രായ വ്യത്യാസമുണ്ട്. കുറേയൊക്കെ ആ അനോമലി തിരുത്തപ്പെടേണ്ടതുമാണ്. ഞാൻ പറയുന്നത് അഗെയിൻ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരാമർശമല്ല. സംസ്ഥാനങ്ങൾ മൊത്തത്തിലും കേന്ദ്രവും കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം അനോമലീസും ധാരാളം തിരുത്തേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1-2 ഉദാഹരണം ഞാൻ പറയാം അഭിലാഷ്. ഇപ്പോൾ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മിയുടെ കാര്യമെടുക്കും. FRBF ഇത് അഗെയിൻ ഇവിടെ നമ്മൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചാ വേദിയിൽ ഇത് പറയുമ്പോൾ ഇത് ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കെതിരായി എന്നുള്ള ദയവ് ഇത് അങ്ങനെ ഉള്ള ഒരു വ്യാഖ്യാനം ഇത് കേൾക്കുന്ന ആൾക്കാരും ഒന്നും കൊടുക്കരുത്. പക്ഷേ ധനക്കമ്മി 3% ആക്കണം എന്നുള്ളത് അഭിലാഷ് നമ്മുടെ FRBM ആക്ട് 2003 കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും പൊതുവെ നിർദ്ദേശിച്ച ഒരു മാൻഡേറ്ററി ടാർഗറ്റാണ് 3%. അത് 2003 തുടങ്ങി നമ്മൾ 2026 നിൽക്കുമ്പോഴും സംസ്ഥാനങ്ങളിൽ കുറച്ച് സംസ്ഥാനങ്ങളെങ്കിലും ആ 3% താഴെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി കഴിഞ്ഞ വർഷം, അതായത് 25-26 4.4, അടുത്ത വർഷം 4.3. പക്ഷേ സംസ്ഥാനങ്ങളുടെ വരുമ്പോൾ അത് 3% കടക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതായത് ധനക്കമ്മിയെക്കുറിച്ചൊരു ആക്ട് പറയുന്നത് 3 എന്നുള്ളത് കേന്ദ്രത്തിനും ബാധകമാണ്, സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അത് തുടങ്ങിയുള്ള അനോമലീസ് പൊതുവെയുള്ള ഇതൊരു പ്രശ്നം. ഇത് എഗെയിൻ ഇത് പറയുമ്പോൾ ഈ ഇന്നാളെ ഫേവർ ചെയ്തു എന്നുള്ള അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആശങ്ക. പക്ഷെ അഭിലാഷ്, ഇപ്പം കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ അത് ഫുള്ളി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ആ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതെല്ലാം കേന്ദ്രം തന്നെ തീരുമാനിക്കുന്നു. എന്നിട്ട് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതമായിട്ട്
സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ സെൻട്രലി സ്പോൺസേർഡ് സ്കീമിൽ 60% അല്ലെങ്കിൽ 50% ഒക്കെ അവർ കേന്ദ്രം എടുക്കും. ഒരു പാർട്ടിയല്ല കേന്ദ്രം. സംസ്ഥാനങ്ങൾ ബാക്കിയുള്ളത് എടുക്കണം. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ സംസ്ഥാനവും അഭിലാഷ് കേന്ദ്രവുമാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടി പങ്കാളിത്തം വേണ്ടുന്ന ഒരു പദ്ധതി നിങ്ങൾ യൂണിലാറ്ററലായിട്ട് നിങ്ങൾ തീരുമാനിച്ചു ഈ പദ്ധതി നടപ്പിലാക്കും, ഇന്ന കാര്യങ്ങളാണ്, എൻ്റെ വിഹിതം 60 രൂപ, നിങ്ങളുടെ വിഹിതം 40 രൂപ, തീർച്ചയായിട്ടും അനോമലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ഫിസ്ക്കൽ ബന്ധത്തിനെയും കേരളം എന്ന് മാത്രം കാണാതെ മൊത്തത്തിലൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കും. പക്ഷേ കേരളത്തിന് അവഗണന എന്ന് പറയുന്നത് അഭിലാഷ് ഒരിക്കലും യുക്തിക്ക് യോജിച്ചതല്ല. ശ്രീ ഗോപാലകൃഷ്ണൻ BJP പാർട്ടിയുടേതാണ്. അഭിലാഷിന് ആ ഫിഗർ അറിയുകയും ചെയ്യാം. 15ാം ധനകാര്യ കമ്മീഷനിൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആക്ച്വലി ധനകാര്യ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുക്കാനേ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ കഴിവുകേട് കൊണ്ട് റവന്യൂ കമ്മി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ റവന്യൂ കമ്മി പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൽ നിന്നും കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് 15ാം ധനകാര്യ കമ്മീഷൻ്റെ. അതുമൂലം കേന്ദ്രത്തിന് കിട്ടി, കേരളത്തിന് 33,000 34,000 കിട്ടി, ബംഗാളിന് കിട്ടി, അതൊക്കെ പോട്ടെ. പക്ഷേ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തപ്പോൾ അപ്പോൾ ആ ഇതിൽ വിവേചനമില്ലല്ലോ അഭിലാഷ്. രണ്ടാമത്തത് കേന്ദ്രത്തിൻ്റെ ഇപ്പോൾ ഈ 16ാം ധനകാര്യ കമ്മീഷൻ്റെ കാര്യം തന്നെ എടുക്കൂ. അവർ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു കമ്മീഷനെ നിയമിക്കുന്നു. ആ കമ്മീഷൻ 4-5 പാരാമീറ്റേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നു ആഫ്റ്റർ വൈഡ് കൺസൾട്ടേഷൻസ്. ഇവിടെയും വന്നിരുന്നു. പിന്നെ മൊത്തത്തിലുള്ള ഒരു കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാരാമീറ്റർ ഉണ്ടാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിഫോമായിട്ട് അത് അപ്ലൈ ചെയ്യുന്നു. ആ വിഹിതം കിട്ടുന്നു. അത് അപ്ലൈ ചെയ്തപ്പോഴും നമ്മുടെ ഒരു തൃപ്തികരമായ കാര്യം, എനിക്ക് തോന്നുന്നത് കേരളത്തിന് സന്തോഷിക്കാവുന്ന ഒരു കാര്യം, ഈ 1.925 1.92 നിന്നും 2.38 വരെ കൂടിയതുകൊണ്ട് 36,500 കോടി നമുക്ക് കിട്ടി. നല്ല കാര്യമല്ലേ? ഇനി അഭിലാഷ്, ഈ പദ്ധതികളുടെ കാര്യം എടുത്താൽ ശരിക്കും ബഡ്ജറ്റിനെ കേരളവും മറ്റുള്ള സംസ്ഥാനങ്ങളും അപ്രോച്ച് ചെയ്യേണ്ടത് അതെ 2.38 2.4 ആയിട്ട് ഉയർന്നു. ശരിക്കും പറഞ്ഞാൽ അഭിലാഷ്, ഇനി ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 2,500 ആയാൽ 190 ഏകദേശം 25% അഭിലാഷ് ഇൻക്രീസ് ആണ്. അതുപോട്ടെ, ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മൾ ശരിക്കും കേരളവും മറ്റുള്ള സംസ്ഥാനങ്ങളും ഈ വികസനത്തിൽ ഊന്നിക്കൊണ്ട് സാധ്യമായത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് എന്തായാലും വന്നു. ഈ ചർച്ചയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അഥവാ വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുകയാണെന്ന് വെക്കൂ, കേരളത്തിനോട് അവഗണനയുണ്ട്, കേരളത്തിനെ അവഗണിച്ചു, ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ നോക്കേണ്ടത് ഈ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഭിലാഷ്. ഈ IT സർവീസസ് ചെയ്യുന്ന കമ്പനികൾക്ക് ക്ലൗഡ് സർവീസസ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്യുന്ന സെന്റേഴ്സിന് അഭിലാഷ് ശ്രദ്ധിച്ചു 2047 വരെ 0 ടാക്സ്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് ആന്ധ്രാപ്രദേശിൽ 10 ബില്യണോ എന്തോ അനൗൺസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതേപോലത്തെ കമ്പനികളെ നമ്മുടെ ടെക്നോ പാർക്കും IT മേഖലയിൽ നമുക്കൊരു മേൽക്കോയ്മ നേരത്തെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ നമ്മളെ ഓവർടേക്ക്. എന്നാലും അപ്പൊ ഈ ഒരു പ്രൊവിഷൻ നമുക്ക് സംസ്ഥാനത്തിന് ഗുണകരമായിട്ട് മാറ്റാം. രണ്ടാമത്തത് ഈ GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ, നമ്മുടെ ശ്രീ രാജീവ് ഈ ഇടയ്ക്ക് ഇതിൽ പോയല്ലോ, ഡാവോസിൽ പോയപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ട് നമ്മൾ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സിന് അവർ പേരന്റ് കമ്പനി, അവരുടെ വിദേശ കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ വിദേശ കമ്പനി ഇവരെ ബില്ല് ചെയ്യും. ആ ബില്ല് ചെയ്യുന്നതിന് ഒരു സിംഗിൾ റേറ്റ്, അതാണ് ഈ സേഫ് ഹാർബർ റേറ്റ് 15.5. ആ 15.5 എത്രയാണ്? 2,000 കോടി ടേൺ ഓവർ വരെ ഒരു ചോദ്യവുമില്ലാതെ 15.5 ആയിരിക്കും എന്ന് പറയും. ഈ മാതിരി ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ സെറ്റപ്പ് ചെയ്യാനായിട്ട് അതൊരു സാധ്യതയാണ്, ആ സാഹചര്യം എന്ന് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നു. ശരി, ശ്രീ ഫ്രാൻസിസ് ജോർജ്, കേരളത്തിന് ഈ സാഹചര്യത്തെ എങ്ങനെ ഗുണകരമായി ഉപയോഗിക്കാം എന്ന നിലയിലുള്ള ഒരു തോട്ട് സാധ്യമാണ്. ശരിയാണ്, റാപ്പിഡ് റെയിൽ അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ജലപാതയുടെ കാര്യത്തിൽ അവഗണന ഉണ്ടാവുന്നു. കേരളത്തെ സംബന്ധിച്ച് എയിംസിന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നില്ല. ആയുർവേദ എയിംസിന്റെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നില്ല. പ്രഖ്യാപനങ്ങളിൽ കേരളമില്ലെങ്കിലും ഈ പറഞ്ഞ നമ്പേഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഗുണകരമാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുമോ?
അല്ല അതിനിപ്പോൾ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇത് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇന്ത്യക്ക് വേണ്ടി ആകമാനമുള്ള ബജറ്റാണ്, നിങ്ങൾ കേരളം എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതേസമയം നമ്മളിപ്പോൾ നമ്മുടെ ചോദ്യം അതാണ്, കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്നുള്ളതാണ് ചോദ്യം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മറ്റ് മേഖലകൾക്ക് കൊടുക്കുന്നത് പോലുള്ളൊരു വിഹിതം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളത്തിന് കിട്ടണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോൾ ബീഹാറിൽ ചെയ്ത കാര്യത്തെക്കുറിച്ച്, ഇലക്ഷന് മുമ്പായിട്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മഖാന ബോർഡ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം ബജറ്റിൽ ധനകാര്യമന്ത്രി കഴിഞ്ഞ വർഷം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുകയുണ്ടായി. അത് കൃത്യമായിട്ടും ബീഹാറിനെ ഉദ്ദേശിച്ച് തന്നെയാണ് അവിടെ മഖാന ബോർഡ് സ്ഥാപിക്കുന്നത്. എന്താണ്? താമരക്കുരു സംസ്കരിക്കാനുള്ള ബോർഡ്. ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ നല്ല കാര്യം, നമുക്കതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ജാക്ക് ഫ്രൂട്ട് ബോർഡ് നമുക്കറിയാമല്ലോ എത്രയോ പ്രധാനപ്പെട്ടതാണ്. മക്കാനേക്കാളൊക്കെ കൂടുതൽ എത്രയോ ആളുകൾ നമ്മുടെ ഈ രാജ്യത്ത് മുഴുവനും, അതല്ലെങ്കിൽ നമ്മുടെ ഈ തെക്കേ ഇന്ത്യൻ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ജാക്ക് ഫ്രൂട്ട്, ചക്ക, അത് സംസ്കരിച്ച് അത് വിപണനം ചെയ്യാനുള്ള, അത് വലിയ തോതിൽ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ബോർഡ് എന്തുകൊണ്ട് സ്ഥാപിച്ചുകൂടാ? കേരളം ആസ്ഥാനമായി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബജറ്റിൽ തന്നെ പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു. എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ കാത്തിരുന്ന് കാണുക, നോക്കുക, ഇതിൽ ഏതെങ്കിലും കേരളത്തിൽ വരുമോ? ആയുർവേദത്തിൻ്റെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് 3 സ്ഥാപിക്കുമെന്ന് പറയും, ഒരെണ്ണം കേരളത്തിൽ. ഇത് നമ്മൾ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, അവഗണനയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിഴിഞ്ഞത്തിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, ഈ വിഴിഞ്ഞത്തിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് VGF കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനം എന്താണ്? ശ്രീ ഗോപാലകൃഷ്ണൻ അതേക്കുറിച്ചൊന്ന് പറയണം. അവഗണനയാണോ അല്ലയോ എന്നൊന്ന് പറയണം. VGF എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പൊതു പദ്ധതി വരുമ്പോൾ അതിൽ സ്വകാര്യ പണമുടക്ക് വരാൻ വേണ്ടി അവർക്കൊരു പക്ഷേ ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, ഫണ്ട് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സഹായമാണ്. അത് ഗ്രാൻഡായിട്ടാണ് എപ്പോഴും കൊടുത്തിട്ടുള്ളത്. കേരളത്തിന് മാത്രം അത് ലോണായിട്ട്, അതും വിഴിഞ്ഞം പോലുള്ള ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ കാര്യത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനം എന്താണ്? വെറും 880 കോടി രൂപ VGF വിഴിഞ്ഞത്തിന് കൊടുത്തപ്പോൾ അത് ഗ്രാൻഡായി കൊടുക്കേണ്ടതിന് പകരം ലോണായി കൊടുത്തു. മാത്രവുമല്ല 10 വർഷം മറ്റോ കഴിഞ്ഞ് അത് അന്നത്തെ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ തിരിച്ചടയ്ക്കണമെന്നുള്ള കണ്ടീഷനോട് കൂടിയാണ് കൊടുക്കുന്നത്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ട്യൂട്ടിക്കോറിൻ ഔട്ടർ ഹാർബർ പ്രോജക്റ്റ് സമാന രീതിയിലുള്ളൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന് VGF കൊടുത്തപ്പോൾ അത് ഗ്രാൻഡായിട്ട് കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണനയോ അല്ലെങ്കിൽ ഒരു പക്ഷപാതമല്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ദേശീയ താല്പര്യങ്ങൾ മറന്നോ ദേശീയ തലത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിനോ ഒന്നും തടസ്സമായിട്ട് പറയുകയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പറയുന്നത് കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത്. ഇവിടെ പറഞ്ഞു MSMEയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ MSME ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. 10,000 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്. അതിലൂടെ MSMEകൾ നമ്മളുടെ രാജ്യത്തിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കും. അത് എന്താണ് പറയുക, ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് MSME രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് ഫ്യൂച്ചർ MSMEകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്, വകയിരുത്തിയിട്ടുള്ളതാണ് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെയൊക്കെ അടുത്ത് എത്രയോ പരാതികളാണ് കിട്ടുന്നത്. അവർക്ക് നേരിടുന്ന ബാങ്കുകളിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, അവർ എത്രയോ MSMEകളെ അതിൻ്റെ റിജുവിനേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ആ പദ്ധതികളൊന്നും നടപ്പാക്കാതെ അവർക്കെതിരെ 90 ദിവസം കഴിഞ്ഞാൽ കുടിശ്ശിക വന്നാൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ബാങ്ക് എടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നത് നിലവിലുള്ള MSMEകളെ സംരക്ഷിച്ചിട്ട് വേണമല്ലോ പുതിയ MSMEകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ബജറ്റ് എടുത്തുള്ള സമീപനത്തോട് നമുക്ക് യോജിക്കാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ എന്റെ സമയം വല്ലാതെ അതിക്രമിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. ചർച്ച അവസാന ഘട്ടങ്ങളിലാണ്. എനിക്കിനി ചോദ്യം ചോദിക്കാൻ മാത്രമുള്ള സമയം. ശ്രീ ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന്. എനിക്ക് പ്രതികരിക്കാനുണ്ട്, പെട്ടെന്ന് പ്രതികരിക്കാം. ഈ ഒരു സിനിമയിൽ നെടുപടി വേണു പറയുന്നുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കിട്ടിയ സാധനം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുന്ന ഒരു നെടുപടി വേണുവിൻ്റെ സീനാണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ എനിക്ക് വരുന്നത്. ഇപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഈ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ പറഞ്ഞല്ലോ, വാല്യൂ ആഡഡ്, അതായത് ചക്കയെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ ഫ്രാൻസിസ് ജോർജ് മാളയിൽ ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരും മാളയിൽ വാല്യൂ ആഡഡിന് വേണ്ടിയിട്ട് ഒരു ചക്ക ഫാക്ടറി കൊണ്ടുവന്നു. അത് പൂട്ടിക്കിടക്കുക, കാട് കയറി കിടക്കുക. ഇവിടെ പട്ടിക്കാട് കൊണ്ടുവന്നു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അത് പൂട്ടിപ്പോയി. കേരളത്തിൽ ഒരു ഫാക്ടറി വരാത്തത് നരേന്ദ്രമോദിയുടെ കുഴപ്പം കൊണ്ടല്ല, ഉൽപാദനം ഉണ്ടാവാതിരിക്കാനുള്ള കാരണം, ഉൽപാദന കേന്ദ്രങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കേരളത്തിലെ ഭരണാധികാരികളുടെ മനസ്സിലായി.
ലെഗസി ഇൻഡസ്ട്രി ഞാൻ ഒരു വരിയിൽ തീർക്കാട്ടോ. ലെഗസി ഇൻഡസ്ട്രി വേറെ വിഷയമൊന്നും അല്ലാന്ന്. ലെഗസി ഇൻഡസ്ട്രി മെഡിക്കൽ ഹബ്ബ്, ലെഗസി ഇൻഡസ്ട്രി മെഡിക്കൽ ഹബ്ബ്, അതുപോലെ ടൂറിസം കേരളത്തിന് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു ബജറ്റാണ്. ഒന്നും കിട്ടിയില്ല എന്ന് വിലപിച്ചാൽ അങ്ങനെ ഇരിക്കാം. കേരളത്തിന് ഏറ്റവും പ്രയോജനകരമാകുന്ന ഒരു ബജറ്റാണ് ഈ ബജറ്റ്. അതിനെ പ്രയോജനമാക്കാൻ ശ്രദ്ധിക്കണം. വെറും രാഷ്ട്രീയം പറയരുത്. പ്രയോജനകരമാകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ശരി, പറഞ്ഞോളൂ ശ്രീ ആദികേശവൻ സാർ, പറഞ്ഞോളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ല, ബഹുമാനപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമായതുകൊണ്ട് ഞാൻ നോക്കി. പക്ഷേ ഒരു കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അഭിലാഷ്. അതായത് ടൂറ്റിക്കോറിൻ പോർട്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി ഗവൺമെന്റ് കൺട്രോൾഡ് ആൻഡ് ഗവൺമെന്റ് ഓൺഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഗ്രാൻഡായിട്ട് കൊടുത്തത്. തെറ്റുണ്ടെങ്കിൽ പക്ഷെ സൈറ്റിൽ ഇപ്പൊ ഞാൻ നോക്കിയപ്പം ഒരു മിനിറ്റ്, അല്ല ഞാൻ പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ വളരെ മിതത്വത്തോടുകൂടി പറഞ്ഞത്. അല്ല, അപ്പൊ VGFന്റെ ഉദ്ദേശം ഇതാണ് റീസൺ ആയിട്ട്. ഒരു കാര്യം സത്യമായിട്ടുണ്ട്, ഇതുവരെ 75 or 76 VGF പദ്ധതികളാണ്. അതിൽ തിരിച്ചടക്കേണ്ട ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ VGF കൊടുത്തിട്ട് തിരിച്ചടക്കേണ്ട ഒരേ ഒരു പദ്ധതി എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. ബാക്കി ഒരു പദ്ധതിക്കും ഇങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. അതിൽ ആകെ പറയാവുന്നത് അവിടെ അദാനി പോർട്സിന്റെ പാർട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ VGF തിരിച്ചടക്കേണ്ട ഇന്ത്യ ചരിത്രത്തിലെ ഒരേ ഒരു പദ്ധതി വിഴിഞ്ഞമാണെന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. ആർക്കും എതിരഭിപ്രായമില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചു. നന്ദി. സൂപ്പർ പ്രൈം ടൈം ഇനി നാളെ.